ഇരണാവ് BSNL ഓഫീസിന് സമീപത്തെ ക്ഷീരകർഷകൻ തമ്പാൻ 6 മാസം മുൻപ് മടക്കരയിൽ നിന്നും 2 നാടൻ കോഴികളെ വാങ്ങിയിരുന്നു. ഇതിൽ ഒരു പിടക്കോഴി ചത്തുപോയി. ഇപ്പോൾ മുട്ടയിട്ട കോഴിക്ക് പൂവൻ കോഴിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. തലയിൽ പൂവും അങ്കവാലും എല്ലാം. കൂടാതെ നല്ലവണ്ണം കൂവുകയും ചെയ്യും. 6 മാസം പ്രായമായ കോഴി 2 ആഴ്ച മുൻപ് മുട്ടയിട്ടിരുന്നു. സംശയം തോന്നി മുട്ട പൊട്ടിച്ചു നോക്കിയപ്പോൾ കൊഴുപ്പ് നിറഞ്ഞ വെള്ള മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോഴി വീണ്ടും മുട്ടയിട്ടു. വലുപ്പം കുറഞ്ഞ ഇളം മഞ്ഞ നിറത്തോട് കൂടിയതാണ് മുട്ട. പൂവൻ കോഴിയുടെ എല്ലാ ലക്ഷണവുമാണ് കോഴി കാണിക്കുന്നത് എന്ന് തമ്പാൻ പറയുന്നു. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇതിട്ട് ഒരു മുട്ടയിട്ട് ഇത് ഇവർ കയറിയിരുന്ന ഞാൻ കൃത്യമായിട്ട് കണ്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ മുട്ടയെടുത്ത് ഇവിടെ വെച്ച് ഇതിലുണ്ടവർക്ക് അതുപോലെ രാത്രി 4 മണി എന്ന് പറയുമ്പോൾ പോവും, വളരെ കറക്റ്റായിട്ട്. അങ്ങനെ 5 മണി 4:30 പിന്നെ പോവാൻ തുടങ്ങും. ഹോർമോണിന്റെയോ മറ്റു വ്യതിയാനമാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നത് എന്നും ഇരണാവിലെ വെറ്റിനറി സർജൻ ശ്രീവിദ്യ പറയുന്നു. ആനിമൽസിന് വ്യത്യസ്തമായിട്ട് ബേർഡ്സിന് 2 ഓവറി ഇല്ല, ഒരു ലെഫ്റ്റ് ഓവറി മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ലെഫ്റ്റ് ഓവറിക്ക് ഇനി എന്തെങ്കിലും ഡിസീസസ് അല്ലെങ്കിൽ ട്യൂമർ പോലത്തെ ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെ വരുവാണെങ്കിൽ ലെഫ്റ്റ് ഓവറി നശിക്കുകയും അതിന് പകരം അത്ര ഡോമിനേറ്റ് അല്ലായിരിക്കുന്ന റൈറ്റ് ഓവറി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ റൈറ്റ് ഓവറിയിൽ ഒരു പക്ഷേ ഈ ഓവറിയൻ സെൽസ് ഉണ്ടാവും, ടെസ്റ്റിസിൻ്റെ സെൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഓവോ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഓവോ ടെസ്റ്റിസിന്ന് ഈ ആൻഡ്രജൻസ് മെയിൽ ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ ഈ മെയിൽ ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഒരു പൂവൻ്റെ അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സ്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, മെയിൽ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ആയിരിക്കാം ഇത് സംഭവിച്ചത്. അല്ലാണ്ട് പൂവൻ നോർമലായിട്ടുള്ള പൂവൻ ഒരിക്കലും മുട്ടയിടില്ല. ഇത് വളരെ വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ്. എന്തായാലും പിടക്കോഴി കോവുന്ന നൂറ്റാണ്ടിൽ പൂവൻ കോഴി മുട്ടയിട്ടത് ജനങ്ങളിൽ ഏറെ അത്ഭുതമുളവാക്കിയിരിക്കുകയാണ്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.